നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ മധ്യാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിനി ചന്ദ്ര. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. തിങ്കളാഴ്ച വോട്ടെണ്ണലിനുള്ള എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. 43 ഇടങ്ങളിലായി 140 കേന്ദ്രങ്ങളിലാണ് വോട്ടെണ്ണൽ ക്രമീകരിച്ചിരിക്കുന്നത്. രാവിലെ 8-ന് വോട്ടെണ്ണൽ ആരംഭിക്കും. വോട്ടെണ്ണലിന് 15,465 ഉദ്യോഗസ്ഥർ. യഥാസമയം ചികിത്സ കിട്ടാതെ പന്മന സ്വദേശി വേണു മരിച്ച സംഭവം. കൊല്ലം ജില്ലാ ആശുപത്രിയിലെയും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെയും ജീവനക്കാരുടെ ഭാഗത്തു നിന്നും കുറ്റകരമായ അനാസ്ഥയുണ്ടായതായി സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ ഗോത്രവർഗ കമ്മീഷൻ. കുറ്റക്കാരെ കണ്ടെത്തി കേസെടുത്ത് നിയമപരമായ പരിഹാരം കാണണമെന്ന് കമ്മീഷന്റെ നിർദ്ദേശം. വയോധിക ദമ്പതികൾ താമസിക്കുന്ന വീടിന്റെ ചോർന്നൊലിക്കുന്ന മേൽക്കൂര പുനർനിർമ്മിച്ചു നൽകി. അഞ്ചൽ കാരുണ്യ കൂട്ടായ്മയാണ് മേൽക്കൂര പുനർനിർമ്മിച്ചത്. അഞ്ചൽ ചോരനാട് സ്വദേശികൾക്കാണ് വീടിന്റെ മേൽക്കൂര നവീകരിച്ചു നൽകിയത്. വിശദമായ വാർത്തകളിലേക്ക്. തിങ്കളാഴ്ച വോട്ടെണ്ണലിനുള്ള എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. 43 ഇടങ്ങളിലായി 140 കേന്ദ്രങ്ങളിലാണ് വോട്ടെണ്ണൽ ക്രമീകരിച്ചിരിക്കുന്നത്. രാവിലെ 8 മണിക്ക് തന്നെ വോട്ടെണ്ണൽ ആരംഭിക്കുന്നതിനായുള്ള എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയായതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു ഖേൽക്കർ അറിയിച്ചു. ആകെ 15,465 ഉദ്യോഗസ്ഥരെയാണ് വോട്ടെണ്ണൽ ജോലിക്കായി സജ്ജീകരിച്ചിട്ടുള്ളത്. സംസ്ഥാനത്ത് വോട്ടെണ്ണലിനുള്ള എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. ആകെ 15,465 ഉദ്യോഗസ്ഥരെയാണ് വോട്ടെണ്ണൽ ജോലിക്കായി സജ്ജീകരിച്ചിട്ടുള്ളത്. 140 ROമാർ, 1,340 അഡീഷണൽ AROമാർ, 4,208 മൈക്രോ ഒബ്സർവർമാർ, 4,208 കൗണ്ടിംഗ് സൂപ്പർവൈസർമാർ, 5,563 കൗണ്ടിംഗ് അസിസ്റ്റന്റുമാർ എന്നിവർ വോട്ടെണ്ണൽ ജോലിയുടെ ഭാഗമാകും. സ്ഥാനാർത്ഥികളുടെയോ ഏജന്റുമാരുടെയോ സാന്നിധ്യത്തിൽ ഒബ്സർവറുടെ സാക്ഷ്യപത്രത്തോടെ വീഡിയോ റെക്കോർഡിംഗോട് കൂടിയാണ് സ്ട്രോങ് റൂമുകൾ തുറക്കുക. ആദ്യം തപാൽ വോട്ടുകളാണ് എണ്ണി തുടങ്ങുന്നത്. ഒരു വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ EVMലെ വോട്ടുകൾ എണ്ണാൻ പരമാവധി 14 ടേബിളുകൾ വീതം ഉണ്ടാകും. വോട്ടെണ്ണൽ ഹാളിൽ കർശനമായ നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. സ്ഥാനാർത്ഥികളും ഏജന്റുമാരും ഔദ്യോഗിക തിരിച്ചറിയൽ കാർഡ് പ്രദർശിപ്പിക്കണം. വോട്ടെണ്ണൽ തുടങ്ങുന്നതിന് 1 മണിക്കൂർ മുമ്പെങ്കിലും ഹാജരാകണമെന്നും നിർദ്ദേശമുണ്ട്. വോട്ടെണ്ണൽ കഴിഞ്ഞ് 48 മണിക്കൂറിനുള്ളിൽ വോട്ടിംഗുമായും വോട്ടെണ്ണലുമായും ബന്ധപ്പെട്ട സമഗ്ര വിവരങ്ങൾ അടങ്ങുന്ന കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇൻഡെക്സ് കാർഡ് പ്രസിദ്ധീകരിക്കുമെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്. മഴയത്ത് ചോർന്നൊലിച്ച മേൽക്കൂര ഏത് നിമിഷവും നിലംപൊത്താവുന്ന അവസ്ഥയിൽ. വയോധിക ദമ്പതികൾ താമസിക്കുന്ന വീടിന്റെ മേൽക്കൂര അഞ്ചൽ കാരുണ്യ കൂട്ടായ്മ ഭാരവാഹികൾ പുനർനിർമ്മിച്ചു നൽകി. അഞ്ചൽ ചോരനാട് സ്വദേശി രാജഗോപാലനും സരസ്വതിക്കുമാണ് വീടിന്റെ മേൽക്കൂര പുനർനിർമ്മിച്ചു നൽകിയത്. അഞ്ചൽ ഗ്രാമപഞ്ചായത്തിലെ ചോരനാട് 2-ാം വാർഡിൽ താമസിക്കുന്ന വയോധിക ദമ്പതികളായ രാജഗോപാലനും സരസ്വതിക്കുമാണ് അഞ്ചൽ കാരുണ്യ കൂട്ടായ്മ വീടിന്റെ മേൽക്കൂര പുനർനിർമ്മിച്ചു നൽകിയത്. കൂലിപ്പണിക്കാരായ ഇരുവർക്കും 2 പെൺമക്കളാണ്. ഇവരുടെ വിവാഹം കഴിഞ്ഞതോടെ കടബാധ്യതയിലായി. രോഗങ്ങൾക്ക് അടിമപ്പെട്ട ഇവർ ചോർന്നൊലിക്കുന്ന വീട്ടിൽ ദുരിത ജീവിതം അനുഭവിച്ചു വരുന്നത് അഞ്ചൽ കൂട്ടായ്മ പ്രസിഡന്റ് മൊയ്തു അഞ്ചലിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. തുടർന്ന് കൂട്ടായ്മ ട്രസ്റ്റ് ചേർന്നാണ് വീടിന്റെ മേൽക്കൂര നിർമ്മിച്ചു നൽകാൻ തീരുമാനമായത്. 2 ദിവസം കൊണ്ട് വീടിന്റെ മേൽക്കൂര നിർമ്മിച്ചു നൽകി. ചോർന്നൊലിച്ച് കിടക്കുമായിരുന്നു. അത് കാരണം കൂട്ടായ്മ ഇത്രയും ചെയ്തു തന്നതിന് ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഇതിനെ സഹായിച്ചവർക്ക് എല്ലാം നന്ദി. ഇവരുടെ വീട് തേച്ചു നൽകാൻ സുമനസ്സുകൾ തയ്യാറായാൽ ഇവർക്ക് സുരക്ഷിതമായ വീട്ടിൽ കഴിയാനാകും. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. തിങ്കളാഴ്ച വോട്ടെണ്ണലിനുള്ള എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. 43 ഇടങ്ങളിലായി 140 കേന്ദ്രങ്ങളിലാണ് വോട്ടെണ്ണൽ ക്രമീകരിച്ചിരിക്കുന്നത്. രാവിലെ 8 മണിക്ക് തന്നെ വോട്ടെണ്ണൽ ആരംഭിക്കുന്നതിനായുള്ള എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയായതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു ഖേൽക്കർ അറിയിച്ചു. ആകെ 15,465 ഉദ്യോഗസ്ഥരെയാണ് വോട്ടെണ്ണൽ ജോലിക്കായി സജ്ജീകരിച്ചിട്ടുള്ളത്. സംസ്ഥാനത്ത് വോട്ടെണ്ണലിനുള്ള എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. ആകെ 15,465 ഉദ്യോഗസ്ഥരെയാണ് വോട്ടെണ്ണൽ ജോലിക്കായി സജ്ജീകരിച്ചിട്ടുള്ളത്. 140 ROമാർ, 1,340 അഡീഷണൽ AROമാർ, 4,208 മൈക്രോ ഒബ്സർവർമാർ, 4,208 കൗണ്ടിംഗ് സൂപ്പർവൈസർമാർ, 5,563 കൗണ്ടിംഗ് അസിസ്റ്റന്റുമാർ എന്നിവർ വോട്ടെണ്ണൽ ജോലിയുടെ ഭാഗമാകും. സ്ഥാനാർത്ഥികളുടെയോ ഏജന്റുമാരുടെയോ സാന്നിധ്യത്തിൽ ഒബ്സർവറുടെ സാക്ഷ്യപത്രത്തോടെ വീഡിയോ റെക്കോർഡിംഗോട് കൂടിയാണ് സ്ട്രോങ് റൂമുകൾ തുറക്കുക. ആദ്യം തപാൽ വോട്ടുകളാണ് എണ്ണി തുടങ്ങുന്നത്. ഒരു വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ EVMലെ വോട്ടുകൾ എണ്ണാൻ പരമാവധി 14 ടേബിളുകൾ വീതം ഉണ്ടാകും. വോട്ടെണ്ണൽ ഹാളിൽ കർശനമായ നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. സ്ഥാനാർത്ഥികളും ഏജന്റുമാരും ഔദ്യോഗിക തിരിച്ചറിയൽ കാർഡ് പ്രദർശിപ്പിക്കണം.
വോട്ടെണ്ണൽ തുടങ്ങുന്നതിന് 1 മണിക്കൂർ മുമ്പെങ്കിലും ഹാജരാകണമെന്നും നിർദ്ദേശമുണ്ട്. വോട്ടെണ്ണൽ കഴിഞ്ഞ് 48 മണിക്കൂറിനുള്ളിൽ വോട്ടിംഗുമായും വോട്ടെണ്ണലുമായും ബന്ധപ്പെട്ട സമഗ്ര വിവരങ്ങളടങ്ങുന്ന കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇൻഡെക്സ് കാർഡ് പ്രസിദ്ധീകരിക്കുമെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്. യഥാസമയം ചികിത്സ കിട്ടാതെ പന്മന സ്വദേശി വേണു മരിച്ച സംഭവം കൊല്ലം ജില്ലാ ആശുപത്രിയിലെയും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെയും ജീവനക്കാരുടെ ഭാഗത്തുനിന്നും കുറ്റകരമായ അനാസ്ഥയുണ്ടായതായി സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ ഗോത്രവർഗ കമ്മീഷന്റെ കണ്ടെത്തൽ. കുറ്റക്കാരെ കണ്ടെത്തി കേസെടുത്ത് നിയമപരമായ പരിഹാരം കാണണമെന്ന് കമ്മീഷന്റെ നിർദ്ദേശം. കൃത്യവിലോപം കാട്ടിയവർക്കെതിരെ വകുപ്പ് തല നടപടിയെടുക്കാനും കമ്മീഷൻ നിർദ്ദേശിച്ചു. യഥാസമയം ചികിത്സ ലഭിക്കാതെ പന്മന മനയിൽ പൂജാഭവനത്തിൽ വേണു മരിച്ച സംഭവത്തിൽ കൊല്ലം ജില്ലാ ആശുപത്രിയിലെയും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെയും ജീവനക്കാരുടെ ഭാഗത്തു നിന്നും കുറ്റകരമായ അനാസ്ഥയുണ്ടായതായി സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ ഗോത്രവർഗ കമ്മീഷൻ കണ്ടെത്തി. രോഗിക്ക് യഥാസമയം ചികിത്സ നൽകുന്നതിൽ കൊല്ലം ജില്ലാ ആശുപത്രിയിലെയും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെയും ഡോക്ടർമാരുടെ ഭാഗത്ത് വീഴ്ച സംഭവിച്ചിട്ടുള്ളതായി മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ ഡോക്ടർമാർക്കെതിരെ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. വേണുവിന്റെ മരണത്തിന് കാരണം കൊല്ലം ജില്ലാ ആശുപത്രിയിലെയും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെയും ജീവനക്കാരുടെ ഭാഗത്തു നിന്നുമുണ്ടായ കുറ്റകരമായ അനാസ്ഥയാണ്. ഒപ്പം അശ്രദ്ധയും ഏറെയാണ്. അതിനാൽ നിയമപരമായ രീതിയിൽ അന്വേഷണ റിപ്പോർട്ട് ബന്ധപ്പെട്ട അധികാരികൾ പരിശോധിച്ച് അശ്രദ്ധയും അനാസ്ഥയും കാണിച്ചവർക്കെതിരെ കേസെടുത്ത് അന്വേഷിച്ച് നിയമപരമായ പരിഹാരം കണ്ടെത്തണമെന്ന് പട്ടികജാതി പട്ടികവർഗ ഗോത്ര കമ്മീഷൻ നിർദ്ദേശിച്ചു. കേസിൽ ഉൾപ്പെടുന്നവർക്കും വിഷയത്തിൽ കൃത്യവിലോപം നടത്തിയിട്ടുള്ള കേസിൽ ഉൾപ്പെടാത്ത മറ്റു ജീവനക്കാർക്കുമെതിരെ വകുപ്പുതല നടപടിയെടുക്കാനും പട്ടികജാതി പട്ടികവർഗ ഗോത്രവർഗ കമ്മീഷൻ ചെയർപേഴ്സൺ ശേഖരൻ മിനിയോടൻ നിർദ്ദേശിച്ചു. കഴിഞ്ഞ നവംബർ 1-നാണ് നെഞ്ചുവേദന അനുഭവപ്പെട്ടതിനെ തുടർന്ന് വേണുവിനെ ചവറ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ചത്. അവിടെ നിന്നും ഡോക്ടർ പരിശോധിച്ച ശേഷം കൊല്ലം ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടാൻ നിർദ്ദേശിച്ചു. ജില്ലാ ആശുപത്രിയിലെത്തിയപ്പോൾ അവിടുത്തെ ഡോക്ടർ പരിശോധിച്ച ശേഷം അസുഖം ഗുരുതരമായ സാഹചര്യത്തിൽ ആൻജിയോഗ്രാം ചെയ്യണമെന്നും ജില്ലാ ആശുപത്രിയിൽ സൗകര്യങ്ങളില്ലാത്തതിനാൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാൻ നിർദ്ദേശിക്കുകയും ചെയ്യുകയായിരുന്നു. ഉടൻ തന്നെ സ്വകാര്യ ആംബുലൻസിൽ യാത്ര തിരിച്ച് രാത്രി മെഡിക്കൽ കോളേജിലെ അത്യാഹിത വിഭാഗത്തിൽ എത്തിച്ചേർന്നു. അവിടെ പരിശോധനകൾ നടത്തിയ ശേഷം 28-ാം വാർഡിൽ അഡ്മിറ്റ് ചെയ്തു. മെഡിക്കൽ കോളേജിൻ്റെ അനാസ്ഥ മൂലം എൻ്റെ ഹസ്ബൻഡ് വേണു മരിച്ചിട്ട് 5 മാസം കഴിഞ്ഞു. ആദ്യത്തെ റിപ്പോർട്ട് നമുക്ക് അനുകൂലമായിട്ട് വന്നു. അതിൽ യാതൊരു നടപടി ഉണ്ടായില്ല. അവർക്ക് വീണ്ടും 2ാമത്തെ റിപ്പോർട്ട് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ 2ാമത്തെ റിപ്പോർട്ട് ഇതുവരെ ആരെങ്കിലും കയ്യിൽ കിട്ടിയിട്ടുണ്ടോ എന്ന് പോലും അറിയത്തില്ല. പിന്നെ അതിനിടയ്ക്ക് നമുക്ക് ജനുവരി 6-ാം തീയതി ഒരു ഷെഡ്യൂൾഡ് കാസ്റ്റിൻ്റെ ഒരു ഇതിന് പോയിട്ടുണ്ടായിരുന്നു, അദാലത്തിന് പോയിട്ടുണ്ടായിരുന്നു. അദാലത്തിൽ അന്ന് ആദ്യമേ ചോദിച്ച ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവൻ രക്ഷിക്കാനാണെങ്കിൽ എന്തിനാണ് ഒരു സർക്കാർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതെന്ന് ചോദിച്ചിട്ട് അത് ഏറ്റവും വളരെ വിഷമം തോന്നിയൊരു നിമിഷമായിരുന്നു അത്. പക്ഷേ അതിൻ്റെ റിപ്പോർട്ട് ഇപ്പോഴും ഈ 2 ദിവസത്തിന് മുന്നേ റിപ്പോർട്ട് കിട്ടി. ആ റിപ്പോർട്ടിലും പറയുന്നത് അവരന്വേഷിച്ചതിൻ്റെ ഭാഗമായിട്ട് മെഡിക്കൽ കോളേജിലും അതായത് നമ്മൾ കൊണ്ടുപോയ ഏതോ ഹോസ്പിറ്റൽ കൊല്ലം ഹോസ്പിറ്റൽ മുതൽ ഓരോ കൃത്യനിർവഹണം നടന്നിട്ടുണ്ട് എന്നാണ് അവർ പറയുന്നത്. അതായത് അതിന് വേണ്ടിയിട്ട് നിയമ നടപടി സ്വീകരിക്കണം എന്നാണ് റിപ്പോർട്ട് വന്നിരിക്കുന്നത്. ഇപ്പോഴും ഇനിയും അതായത് ഓരോ പ്രതീക്ഷകൾ ഇങ്ങനെ വരുമ്പോഴും പക്ഷേ സർക്കാരിൻ്റെ ഭാഗത്ത് ഓരോ നീക്കങ്ങൾ ഉണ്ടാകാത്തതുകൊണ്ട് എൻ്റെ പ്രതീക്ഷകളെങ്കിൽ അസ്തമിക്കുമ്പോൾ വീണ്ടും അടുത്തൊരു റിപ്പോർട്ട് വീണ്ടും എനിക്ക് അനുകൂലമായിട്ട് തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എന്നിട്ടും ഇതുവരെ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. ഗുരുതരാവസ്ഥയിലായിരുന്ന വേണുവിനെ കട്ടിലില്ലെന്ന കാരണം കാണിച്ച് തറയിലാണ് കിടത്തിയത്. വേണുവിന്റെ ഭാര്യ സിന്ധുവിന്റെ കൂടെ സഹായത്തിന് മറ്റാരുമില്ലാത്തതിനാൽ ഭർത്താവിനെ വീൽചെയറിലിരുത്തി ഉരുട്ടിക്കൊണ്ടുപോയി. അവിടെ നിന്ന് ഒരു ജീവനക്കാരനോട് സഹായം ആവശ്യപ്പെട്ടെങ്കിലും അത് നിരസിച്ചു. രാത്രി 8:30-ന് അഡ്മിറ്റ് ചെയ്തിട്ടും പുലർച്ചെ 1:45-നാണ് ഗുരുതരാവസ്ഥയിലുള്ള വേണുവിന് ആദ്യത്തെ മരുന്ന് നൽകിയത്. കാർഡിയോളജി ഡോക്ടറെ OPയിൽ പോയി കണ്ടപ്പോൾ ബുധനാഴ്ചയോ വെള്ളിയാഴ്ചയോ ആൻജിയോഗ്രാം ചെയ്യുമെന്നറിയിക്കുകയും കാർഡിയോളജി വാർഡിലേക്ക് മാറ്റുകയും ചെയ്തുവെന്നും അറിയിച്ചു. എന്നാൽ ചൊവ്വാഴ്ച വൈകുന്നേരവും ആൻജിയോഗ്രാം ചെയ്യുന്നവരുടെ പട്ടികയിൽ വേണുവിന്റെ പേര് ഉൾപ്പെടുത്തിയില്ല. ഇത്തരത്തിൽ ഗുരുതരമായ വീഴ്ചയാണ് ഡോക്ടർമാരുടെയും ജീവനക്കാരുടെയും ഭാഗത്തു നിന്നും ഉണ്ടായതെന്ന് കമ്മീഷൻ ചൂണ്ടിക്കാണിക്കുന്നു. കുറ്റക്കാർക്കെതിരെ കർശനമായ നടപടിയെടുക്കാനാണ് നിർദ്ദേശം. ന്യൂസ് ബ്യൂറോ, ചവറ. വാനിൽ കടത്തിയ റേഷനരി പിടികൂടി. തെക്കുംഭാഗം പോലീസാണ് 30 ചാക്ക് റേഷനരി പിടികൂടിയത്. പടിഞ്ഞാറ്റക്കര സ്വദേശികളായ 2 പേരെ കസ്റ്റഡിയിലെടുത്തു. വാനിൽ കടത്തിയ 30 ചാക്ക് റേഷനറിയാണ് തെക്കുംഭാഗം പോലീസ് പിടികൂടിയത്. പടിഞ്ഞാറ്റക്കര സ്വദേശികളായ 2 പേരെ സംഭവത്തിൽ കസ്റ്റഡിയിലെടുത്തു. വിവിധ സ്ഥലങ്ങളിൽ നിന്നു ശേഖരിച്ച റേഷനറി മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയായിരുന്നു. തേവലക്കര കുന്നേൽ ജംഗ്ഷനിൽ വാഹന പരിശോധനയ്ക്കിടെയാണ് റേഷനറി പിടികൂടിയത്. വാഹനവും അരിയും പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റി. സിവിൽ സപ്ലൈസ് അധികൃതർക്ക് പോലീസ് റിപ്പോർട്ട് നൽകി. ഇവർ പരിശോധന നടത്തി അരി ഏറ്റെടുക്കുമെന്ന് പോലീസ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ,
ചവറ. എറണാകുളം കിടങ്ങൂരിൽ ഇടഞ്ഞ ആന ഒരാളെ കുത്തിക്കൊന്നു. ആനയുടെ ലോറി ഡ്രൈവർ വിഷ്ണുവാണ് മരിച്ചത്. കൊമ്പൻ മയ്യനാട് പാർത്ഥസാരഥിയാണ് ഇടഞ്ഞത്. സംഭവത്തിൽ ഒന്നാം പാപ്പാന് ഗുരുതരമായി പരിക്കേറ്റു. കിടങ്ങൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിലാണ് ആന ഇടഞ്ഞത്. സമീപ ക്ഷേത്രത്തിൽ ഉത്സവത്തിനായി കൊണ്ടുവന്ന മയ്യനാട് പാർത്ഥസാരഥിയാണ് പെട്ടെന്ന് പ്രകോപിതനായത്. ഒന്നാം പാപ്പാനെയും തന്നെ കൊണ്ടുവന്ന ലോറിയുടെ ഡ്രൈവറെയും പാർത്ഥസാരഥി ആക്രമിച്ചു. ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ലോറി ഡ്രൈവർ കൊടുമൺ സ്വദേശി വിഷ്ണു സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. ഒന്നാം പാപ്പാനും ഗുരുതരമായി പരിക്കേറ്റു. അങ്കമാലിയിലെ സ്വകാര്യ ആശുപത്രിയിൽ കഴിയുന്ന പാപ്പാൻ പ്രദീപ് അപകടനില തരണം ചെയ്തിട്ടുണ്ട്. കലി തീരാതെ മണിക്കൂറുകളോളം ഭീതി പരത്തിയ പാർത്ഥസാരഥി ലോറിയും കാറും ഇരുചക്ര വാഹനങ്ങളും ഉൾപ്പെടെ പലതും തകർത്തു. നമ്മൾ നേരിട്ട് കണ്ടതാണ്. അതുകൊണ്ട് അങ്ങോട്ടേക്ക് ചെല്ലുക, ബെൽറ്റ് അടിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ പുറകിൽ കൂടി കാലിൽ ബെൽറ്റടിക്കുക എന്ന ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അത് എത്രത്തോളം സാധ്യമാകുമെന്ന് അറിയില്ല. കാരണം അത്രയും ദൃശ്യത്തിൽ കാണാം ആനയുടെ ഒരു വൈൽഡ് സ്വഭാവം എന്താണ് എന്നുള്ളത് നമുക്ക് ദൃശ്യത്തിൽ കാണാം. ഇത് രാവിലെ മുതൽ ആരംഭിച്ചതാണ്. തൊട്ട് സമീപത്തുള്ള വാഹനങ്ങൾ ഉണ്ടായിരുന്നതൊക്കെ ആന തകർത്തിട്ടുണ്ട്. രാവിലെ ഇവിടെ തൊഴിക്കുന്നതിന് വേണ്ടിയിട്ട് നോർമൽ ടൈമായിരുന്നു. ഇവിടെ വലിയ തിരക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ജനവാസ മേഖലയാണ് സമീപത്തൊക്കെ ആൾക്കാർ. പോലീസും RRT സംഘവും സ്ഥലത്തെത്തിയാണ് സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയത്. മതിൽക്കെട്ടിനകത്തായിരുന്നതിനാൽ വലിയ അപകടം ഒഴിവായി. ഇടയ്ക്കിടയ്ക്ക് പ്രകോപനം സൃഷ്ടിച്ച പാർത്ഥസാരഥിയെ ഒടുവിൽ മയക്കുവെടി വയ്ക്കുകയായിരുന്നു. ഏറെ പണിപ്പെട്ടാണ് പിന്നീട് വടമുപയോഗിച്ച് ക്ഷേത്രത്തിലെ തെങ്ങിൽ ബന്ധിച്ചത്. ആനയുടെ ആരോഗ്യസ്ഥിതി പരിശോധിച്ച് തുടർ നടപടികൾ സ്വീകരിക്കും. ന്യൂസ് ബ്യൂറോ, കൊല്ലം. കനത്ത വേനലിൽ വ്യാപക കൃഷിനാശം. അഞ്ചൽ അലയമൺ ഗ്രാമപഞ്ചായത്തിലാണ് വേനലിൽ കൃഷിനാശം സംഭവിച്ചത്. കുട്ടനാട് ഏലായിൽ 3000-ഓളം വാഴകൾ കരിഞ്ഞുണങ്ങി. അഞ്ചലിലാണ് കൊടുംചൂടിൽ കൃഷിനാശം വ്യാപകമാകുന്നത്. അലയമൺ പഞ്ചായത്തിലെ കുട്ടനാട് ഏലായിലെ 3000-ഓളം വാഴകളാണ് കൊടുംചൂടിൽ കരിഞ്ഞുണങ്ങിയത്. ഇതോടെ ആശങ്കയിലാണ് കർഷകർ. അഞ്ചൽ മേഖലയിലും നിരവധി കൃഷികളാണ് കൊടുംചൂടിൽ കരിഞ്ഞുണങ്ങുന്നത്. ചൂട് കൂടുകയാണെങ്കിൽ കർഷകർ ആത്മഹത്യയുടെ വക്കിലാകുമെന്ന് ഇവർ പറയുന്നു. മനുഷ്യന് ജീവിക്കാൻ പോലും എവിടെ കിടക്കാൻ നിവർത്തിയില്ല. ഒരു വയസ്സായ ഒരു കളവനുണ്ട്, ഫാനില്ല, ഒന്നുമില്ല. അതേ അവസ്ഥയായി ഞങ്ങളുടെ കൃഷി. വാഴയെല്ലാം കരിഞ്ഞ് പോന്ന്. കൃഷി ചെയ്തവർക്ക് ഒന്നും കിട്ടാനും കിട്ടാനില്ല. എടാ കണ്ടില്ലേ വലിയ ഇറങ്ങിപ്പോയി ഫോട്ടോ എടുത്തിട്ട്. അതുപോലെ ഓരോ വീട്ടുകളിൽ ഓരോരോ പ്രശ്നങ്ങളാണ്. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. 3478-ാം നമ്പർ SNDP കാക്കോട് ശാഖയിൽ പഠനോപകരണങ്ങൾ വിതരണം നടത്തി. LKG മുതൽ 10ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്കാണ് പഠനോപകരണങ്ങൾ നൽകിയത്. 3478-ാം നമ്പർ പുനലൂർ കക്കോട് SNDP ശാഖയിലാണ് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തത്. LKG മുതൽ 10ാം ക്ലാസ് വരെയുള്ള തെരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികൾക്കാണ് പഠനോപകരണങ്ങൾ നൽകിയത്. പുനലൂർ യൂണിയൻ പ്രസിഡന്റ് TK സുന്ദരേശൻ പഠനോപകരണ വിതരണോദ്ഘാടനം നിർവഹിച്ചു. ശാഖാ പ്രസിഡന്റ് S ജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു. യൂണിയൻ പഞ്ചായത്ത് കമ്മിറ്റി അംഗം സുഭാഷ് ബാബു, ശാഖാ വൈസ് പ്രസിഡന്റ് PV രമണൻ, വനിതാ സംഘം സെക്രട്ടറി രാജമ്മ ജയപ്രകാശ് തുടങ്ങിയവർ പങ്കെടുത്തു. ശാഖാ സെക്രട്ടറി EK ശരചന്ദ്രൻ സ്വാഗതവും ബിന്ദു പ്രസാദ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. NSS കുന്നത്തൂർ താലൂക്ക് യൂണിയൻ വിവിധ വിഷയങ്ങളിൽ ക്ലാസ് സംഘടിപ്പിച്ചു. തുടർ പഠനവുമായി ബന്ധപ്പെട്ടാണ് ക്ലാസ് നടത്തിയത്. വ്യക്തിവികാസവുമായി ബന്ധപ്പെട്ടും ക്ലാസ് നടന്നു. NSS കുന്നത്തൂർ താലൂക്ക് യൂണിയന്റെ നേതൃത്വത്തിലാണ് വിവിധ വിഷയങ്ങളിൽ ക്ലാസ് സംഘടിപ്പിച്ചത്. തിളക്കം 2026 എന്ന പേരിലാണ് പരിപാടി നടത്തിയത്. യൂണിയൻ പ്രസിഡന്റ് VRK ബാബു ഉദ്ഘാടനം ചെയ്തു. ക്ലാസ്സോടുകൂടിയാണ് സമാപിക്കുന്നത്. കരിയറും ജോലി ലോകം കണ്ട. അപ്പോൾ കരിയറിനെ കുറിച്ചും ജോബിനെ കുറിച്ചുമുള്ള വ്യത്യാസങ്ങൾ
തീർച്ചയായും മനസ്സിലാക്കിക്കൊണ്ട് കരിയർ എങ്ങനെ രൂപപ്പെടുത്താം എന്നുള്ളതിനെ പറ്റി ഭംഗിയായി തന്നെ ഇവിടെ അവതരിപ്പിക്കുന്ന ക്ലാസ് മനസ്സിലാക്കി നമ്മുടെ കരിയർ ഡെവലപ്പ് ചെയ്യുന്നതിന് യൂണിയൻ വൈസ് പ്രസിഡന്റ് തോട്ടുവ മുരളി അധ്യക്ഷത വഹിച്ചു. യൂണിയൻ സെക്രട്ടറി എം അനിൽകുമാർ സ്വാഗതം പറഞ്ഞു. ഇന്റർനാഷണൽ ട്രെയിനർ ഡോക്ടർ GV ഹരി വ്യക്തിത്വ വികസന ക്ലാസും കരിയേഴ്സ് കൗൺസിലർ S രതീഷ് കുമാർ കരിയർ ഗൈഡൻസ് ക്ലാസ് നയിച്ചു. യൂണിയൻ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് N സോമൻപിള്ള നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. വിരണ്ടോടിയ പോത്തിനെ അഗ്നിരക്ഷാ സേന കീഴ്പ്പെടുത്തി. ശാസ്താംകോട്ട കണ്ണമം പയറുംവിള അബ്ദുൾ റാവുത്തറിന്റെ ഉടമസ്ഥതയിലുള്ള പോത്താണ് വിരണ്ടോടിയത്. ചന്തയിൽ നിന്ന് വളർത്തുവാനായി വാങ്ങിയ പോത്താണ് വിരണ്ടത്. അഗ്നിരക്ഷാ സേന ഗ്രേഡ് സ്റ്റേഷൻ ഓഫീസർ രമേശ് ചന്ദ്രയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പോത്തിനെ കീഴ്പ്പെടുത്തിയത്. കാണാതായ അമ്മയെ 2 വർഷങ്ങൾക്ക് ശേഷം കണ്ടെത്തിയ സന്തോഷത്തിൽ മകനെ കണ്ടതിന്റെ ആഹ്ലാദം പറഞ്ഞറിയിക്കാനാകാതെ അമ്മ. കൊല്ലത്താണ് അമ്മയുടെയും മകന്റെയും സമാഗമം ആഹ്ലാദത്തിന്റെ നിമിഷങ്ങൾ സമ്മാനിച്ചത്. 2024 ഡിസംബറിൽ കാണാതായ തിരുവനന്തപുരം ബാലരാമപുരം സ്വദേശി ബിന്ദുവിനെയാണ് അഭയകേന്ദ്രത്തിന്റെ റീൽസിലൂടെ ബന്ധുക്കൾ തിരിച്ചറിഞ്ഞതും ഒടുവിൽ മകനെത്തി അമ്മയെ കരുതലിന്റെ കരവലയത്തിലേക്ക് സ്വീകരിച്ചതും. 2024 ഡിസംബർ മാസം സന്ധ്യയോടുകൂടിയാണ് ബിന്ദുവിനെ വനിതാ സെൽ പോലീസ് സ്റ്റേഷനിൽ ഇവിടെ കൊണ്ടുവന്ന് ഏൽപ്പിച്ച് ഇത്രയും സന്തോഷമായിട്ട് നിന്ന് ഇപ്പം ഞങ്ങൾ തേജസ് ബ്യൂട്ടി പാർലറിന്റെ ഒരു ഫുഡും ഡ്രസ്സൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. അതിന്റെ റിലീസ് വരെ എല്ലാവരും കൂടി അങ്ങോട്ട് ഫേസ്ബുക്കിൽ ഇട്ടപ്പോഴത്തേക്ക് മകൻ കണ്ടുപിടിച്ച് ഈ അമ്മ ഇവിടെ ഉണ്ടെന്ന്. മിസ്സിംഗ് കേസ് ഉണ്ടായിരുന്നതാണ് ബാലരാമപുരത്ത്. പക്ഷെ അങ്ങനെ കണ്ടുപിടിച്ച് ആ ഫേസ്ബുക്കിലൂടെ കണ്ടുപിടിച്ചിട്ട് ഇപ്പം അവിടുന്ന് പോലീസ് സ്റ്റേഷനിൽ വനിതാ പോലീസും ഇവിടുന്ന് ഞങ്ങളുടെ ജീവകാരുണ്യ പ്രവർത്തനം ചെയ്യുന്ന ഗണേഷ് ബ്രദർ, ബാബു എല്ലാവരുമായിട്ട് ഇവിടെ വന്ന് ശ്യാമൊക്കെ ആയിട്ട് വന്നിട്ട് ഇപ്പൊ ഇവരെ തിരിച്ചു കൊടുക്കുകയാണ്. സന്തോഷത്തോടെ ഈ മകളെ കൊടുക്കാൻ സാധിച്ചതിൽ ഒത്തിരി സന്തോഷമുണ്ട്. 2024 ഡിസംബർ 31 തിരുവനന്തപുരം ബാലരാമപുരം വെടിവെച്ചാൻ കോവിൽ ഗാന്ധിനഗറിൽ ബിന്ദു എന്ന 57-കാരിയെ കാണാതായത്. മാനസികമായ ചില വെല്ലുവിളികൾ നേരിട്ടിരുന്ന ഇവർ വീട് വിട്ടുപോവുകയായിരുന്നു. പിന്നീട് ബിന്ദുവിനായി ഭർത്താവും മക്കളും വിവിധയിടങ്ങളിൽ തിരച്ചിൽ നടത്തി. വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ പരാതി നൽകി. എന്നാൽ ഇവരെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. 1.5 വർഷങ്ങൾക്ക് മുമ്പ് കൊല്ലം റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്ന് ബിന്ദുവിനെ പോലീസും ജീവകാരുണ്യ പ്രവർത്തകരും ചേർന്ന് കണ്ടെത്തി. അന്ന് മേൽവിലാസമോ മറ്റ് രേഖകളോ അറിയില്ലാത്തതിനാൽ ഇരവിപുരത്ത് പ്രവർത്തിക്കുന്ന അഭയം ചാരിറ്റബിൾ ട്രസ്റ്റിന് കൈമാറുകയായിരുന്നു. കഴിഞ്ഞ ദിവസം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ റീൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിച്ചത് ബിന്ദുവിന്റെ ബന്ധുക്കൾ കണ്ടു. ഇവർ വിവരം മകനെ അറിയിച്ചു. മകൻ അമ്മയെ തിരിച്ചറിഞ്ഞു. ഉടൻ തന്നെ ജീവകാരുണ്യ പ്രവർത്തകൻ ശക്തികുളങ്ങര ഗണേഷ് പോലീസുമായി ബന്ധപ്പെട്ട് അഭയകേന്ദ്രത്തിൽ വിവരം അറിയിച്ചു. ബന്ധുക്കളും പോലീസും ചേർന്ന് അഭയകേന്ദ്രത്തിലെത്തി ബിന്ദുവിനെ കണ്ടു. മകനെ കണ്ടതോടെ ഏറെ സന്തോഷത്തിലായ ബിന്ദു മകനെ കെട്ടിപ്പിടിച്ചു. അഭയത്തിന്റെ നടത്തിപ്പുകാരി ബെനഡിക്ക സഫർനോസ്, ജീവകാരുണ്യ പ്രവർത്തകരായ ഗണേഷ് ബാബു, ശ്യാം ഷാജി, നരിയാമൂട് പോലീസ് സ്റ്റേഷനിലെ ASI അനിത എന്നിവരുടെ നേതൃത്വത്തിൽ ബിന്ദുവിനെ കുടുംബത്തിന് കൈമാറി. അപ്പം 1.5 കൊല്ലമായിട്ട് മിസ്സിംഗ് ആണ്. ഇതുവരെ കേസൊക്കെ കൊടുത്തിട്ട് ഇതുവരെ ഒരു അറിവില്ലായിരുന്നു. അങ്ങനെ ഇവിടുത്തെ ഒരു ഫംഗ്ഷന്റെ വീഡിയോ റീൽസിനകത്ത് ഇങ്ങനെ ഫേസ്ബുക്കിൽ കണ്ടപ്പോഴാണ് അമ്മ അതിനകത്ത് കാണാനിടയായതും ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞത്. അങ്ങനെയാണ് ഇപ്പം ഇവിടെ വന്ന് അമ്മയെ വിളിച്ചോണ്ട് പോകുന്നത്. 1.5 കൊല്ലം കൊണ്ട് അമ്മ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. നമ്മളിപ്പോഴാണ് അറിയുന്നത്. സന്തോഷമായി. എന്തായാലും അമ്മ തിരിച്ചിട്ടല്ലോ, വലിയ സന്തോഷം. ന്യൂസ് ബ്യൂറോ, കൊല്ലം. പ്രധാന വാർത്തകൾ വീണ്ടും. തിങ്കളാഴ്ച വോട്ടെണ്ണലിനുള്ള എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. 43 ഇടങ്ങളിലായി 140 കേന്ദ്രങ്ങളിലാണ് വോട്ടെണ്ണൽ ക്രമീകരിച്ചിരിക്കുന്നത്. രാവിലെ 8-ന് വോട്ടെണ്ണൽ ആരംഭിക്കും. വോട്ടെണ്ണലിന് 15,465 ഉദ്യോഗസ്ഥർ. യഥാസമയം ചികിത്സ കിട്ടാതെ പന്മന സ്വദേശി വേണു മരിച്ച സംഭവം. കൊല്ലം ജില്ലാ ആശുപത്രിയിലെയും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെയും ജീവനക്കാരുടെ ഭാഗത്തു നിന്നും കുറ്റകരമായ അനാസ്ഥയുണ്ടായതായി സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ ഗോത്രവർഗ കമ്മീഷൻ. കുറ്റക്കാരെ കണ്ടെത്തി കേസെടുത്ത് നിയമപരമായ പരിഹാരം കാണണമെന്ന് കമ്മീഷന്റെ നിർദ്ദേശം. വയോധിക ദമ്പതികൾ താമസിക്കുന്ന വീടിന്റെ ചോർന്നൊലിക്കുന്ന മേൽക്കൂര പുനർനിർമ്മിച്ചു നൽകി. അഞ്ചൽ കാരുണ്യ കൂട്ടായ്മയാണ് മേൽക്കൂര പുനർനിർമ്മിച്ചത്. അഞ്ചൽ ചോരനാട് സ്വദേശികൾക്കാണ് വീടിന്റെ മേൽക്കൂര നവീകരിച്ചു നൽകിയത്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.